എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബന്ധങ്ങളിൽ സന്തുഷ്ടരല്ലെങ്കിൽ പുരുഷന്മാർ പ്രകടിപ്പിക്കുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യും. അതെ, ബന്ധങ്ങളിൽ സന്തുഷ്ടരല്ലെങ്കിൽ ചില സ്വഭാവ ദൂഷ്യങ്ങൾ പുരുഷന്മാർ പ്രകടിപ്പിക്കാറുണ്ട്. അവ എത്തരത്തിലുള്ളതാണെന്ന് ഇനി നോക്കാം. അതിലൊന്നാമതായി നിശബ്ദമായിരിക്കുക അല്ലെങ്കിൽ പിന്മാറുക. അതെ, പങ്കാളിയോട് മറ്റൊരു കാര്യങ്ങളെക്കുറിച്ചും തുറന്ന സംസാരം പറ്റെ അവഗണിക്കുക. അതുപോലെ തന്നെ പിന്മാറുക അഥവാ പങ്കാളിയുടെ അടുക്കലേക്ക് അധികം കടന്നു വരാതിരിക്കുക, സംസാരം കുറയുക, കൂടുതലും നിശബ്ദത ഉണ്ടാകുക, ഒരു പിന്മാറ്റം അനുഭവപ്പെട്ടേക്കാം. ഇത് പുരുഷന്മാർക്ക് അവരുടെ ബന്ധത്തിൽ അത്ര താല്പര്യമല്ല എന്നതാണ് കാണിക്കുന്നത്. അടുത്തതായി അമിതമായുള്ള ദേഷ്യം. അതുപോലെ തന്നെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം പറയുന്ന രീതി. അതെ, അമിതമായുള്ള ദേഷ്യവും പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടാകാറുണ്ട്. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പങ്കാളിയെ കുറ്റപ്പെടുത്തുക, നിസ്സാര കാര്യങ്ങൾക്ക് പോലും വഴക്ക് കൂടുക, ചെറിയ കാര്യങ്ങൾ വലുതാക്കി കാണിക്കുക, ഇവയെല്ലാം ബന്ധങ്ങളിൽ താല്പര്യമില്ലാത്ത അഥവാ സന്തുഷ്ടരല്ലെങ്കിൽ കാണുന്ന ചില വ്യത്യാസങ്ങളാണ്. അതുപോലെ തന്നെ മറ്റു ചിലർ പങ്കാളിയുടെ വഴിക്ക് വിട്ട് സ്വയം തനിയെ ഹാപ്പിനെസ് കണ്ടെത്തുക. അതെ, ചിലർ സുഹൃത്തുക്കളുമായി എന്തെങ്കിലും എൻഗേജ്ഡ് ആവുകയോ അല്ലെങ്കിൽ മറ്റു ചിലർ മറ്റെന്തെങ്കിലും ഒരു റിലേഷന് വേണ്ടി നടക്കുകയോ ഇത്തരത്തിലുള്ള മറ്റെന്തെങ്കിലും ഹാപ്പിനെസ് കണ്ടെത്തുകയും അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നവർ, ഇത്തരക്കാരും ബന്ധങ്ങളിൽ സന്തുഷ്ടരല്ലെന്ന് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ഹോബികൾ കണ്ടെത്തുക. പുരുഷന്മാർക്ക് ഇതുപോലെ ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് പലതരത്തിലുള്ള ഹോബികളിലേക്ക് മനസ്സ് കൊണ്ടു ചെന്നെത്തിക്കുക എന്നത്. ചിലർ അമിതമായി ഫോൺ ഉപയോഗിച്ചോ, മറ്റു ചിലർ സുഹൃത്തുക്കളുമായി കൂടുതൽ സല്ലപിച്ചും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹോബികൾ കണ്ടെത്തും. എന്നാൽ മറ്റു ചിലർ യാത്രയിലായിരിക്കും. ഇത്തരത്തിൽ പങ്കാളിയുമായി സന്തുഷ്ടരില്ലെങ്കിൽ, ഇത്തരത്തിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പുരുഷ പങ്കാളി സന്തുഷ്ടരല്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് പുരുഷന്മാർ അവരുടെ സന്തുഷ്ടരല്ലാത്ത സ്വഭാവം പുറത്തു പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇത് സ്ത്രീകൾക്കേറെ ദേഷ്യമാണ് ഉണ്ടാക്കുക. ഒരു തുറന്ന സംഭാഷണത്തിലൂടെ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ട രീതി നേരെ മറിച്ച് ഇങ്ങനെയാവുന്നത് കൊണ്ട് രണ്ടുപേർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉടലെടുക്കുക എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.